നാട്ടിൽ വന്നിട്ട് എന്ത് കിട്ടി? പനി കിട്ടി. എന്നും പനി ഫസ്റ്റ് കിട്ടുന്നത് രേവയ്ക്കായിരിക്കും അല്ല, രേവ പിന്നെ ഷെയറിങ് ആൻഡ് കെയറിങ് ആൻഡ് എല്ലാവർക്കും കൊടുക്കും. എനിക്കൊരു കിച്ചായി തുടങ്ങി. ക്ലൈമറ്റ് ചേഞ്ചിന്റെ നല്ല ചൂടല്ല അവിടെ നിന്ന്. ആ ചൂടിന്ന് ഇത്ര മഴയുള്ള സ്ഥലത്ത് എത്തിയപ്പോ ഉള്ളൊരു ഇത്. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം. ഇവിടത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ചേട്ടാ, പനിയും ജലദോഷവും. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ക്ലിനിക്ക് വ്ളോഗാണല്ലേ ചേട്ടാ? പനി വ്ളോഗ്. അപ്പൊ നമ്മള് നമ്മുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്താട്ടാ. പാർക്ക് ചെയ്യാൻ പറ്റില്ല കൂടെ. അപ്പൊ ഇവിടെ തന്നെ പാർക്ക് ചെയ്യണമെന്ന്. നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ പാർക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഡോക്ടർ മാമനെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്ത് തന്നു? മരുന്ന് തന്നു. ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട്. അതായത് രമണ, എനിക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാനും ഈ മരുന്ന് അതുണ്ടാവും. എന്നിട്ട് പറയും ഞാൻ തന്ന ചെയ്യാ. പേരുദോഷം കേൾക്കണേ. അപ്പൊ ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതിയോ, മാറുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു മാറും. എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ശരി, അപ്പൊ ഇനി മരുന്നൊക്കെ കഴിക്കാം. നമ്മുടെ ആമിക്കുട്ടി കുറച്ചു നേരമാണെങ്കിലും ചെറിയ ഇപ്പൊ എന്നെ വരുമോ എന്നൊക്കെ ചോദിച്ചു. അടിക്കോ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവരാണ്ടിരുന്നത്. വെറുതെ എന്തിനാ ആശുപത്രിക്ക് അവളെ കൊണ്ടുവരുന്നത്? വേറെ അസുഖങ്ങളൊക്കെ വരുമ്പോ പനിയൊക്കെ പകരില്ലേ. അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് ആമിക്കുട്ടിനെ കാണാല്ലേ? ആമിക്കുട്ടി ബോറടിച്ചാ ഞങ്ങളെ കാണാണ്ട്? എവിടെ ബോറടിക്കണേ? കൊച്ചു ടിവിയോടൊപ്പല്ലേ? ഇങ്ങനെ ഇപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട്? ഫുള്ള് കട്ട മഴ കേട്ടാ. അവിടെ വെച്ചിട്ട് നല്ല ചൂടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ മഴ വേണമെന്ന് പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ ഇത്രക്ക് ചിറാപൂഞ്ചി മഴയെത്താവെന്ന് വിചാരിച്ചില്ല നമ്മള്. ഇത്രയും മഴ പെയ്ത് മതിയാവണില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ എന്തായാലും ക്ലിനിക്കിലൊക്കെ പോയി വന്നു. ഡോക്ടർ പനി ബ്ലോഗായിരുന്നു നേരത്തെ. ആമിക്കുട്ടീനെ എന്താ പറയാ, ആമിക്കുട്ടീനെ കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ പവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒരു വൈദ്യരെ കാണിക്കാൻ വെച്ചു അല്ലേ? ആയുർവേദ ഡോക്ടറെ ഒന്ന് കാണിച്ചു. നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ പടക്കമുള്ളൂ. അപ്പൊ ഒന്ന് ആയുർവേദ ഡോക്ടറെ കാണിച്ച് അവളോട് ഇരിക്കുക. മഴ പെയ്ത് തന്നെ തണുത്തിട്ട് ഇരിക്കുക. നമുക്ക് പോവാ അല്ലേ? കേൾക്കുണ്ടാവില്ല മഴയുടെ ശബ്ദം കൊണ്ട്. അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇല്ലാത്ത കാരണം ഇന്നലെ പനി ബ്ലോഗും ആമിക്കുട്ടിയുടെ കണ്ണ് കാണിക്കലായിട്ട് അവളെ നിർത്തി അല്ലേ രേവ? അപ്പൊ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചത്. ഇപ്പൊ എങ്ങോട്ട് രേവ സുന്ദരിയായിട്ടിരിക്കണേ? എങ്ങോട്ട്? ആമിക്കുട്ടി പോണില്ല അല്ലേ? രേവ പോണ്ടാ? മാമൻ്റെ അടുക്ക് നിക്കാൻ പോണ്ട്? അതെ, ഞാൻ എന്നാ വരാ? 10 ദിവസം കഴിഞ്ഞിട്ട്. ആമിക്കുട്ടിയെ അച്ഛനെ കൊണ്ടുപോകാണ്ട് പോവണല്ലേ? അച്ഛൻ മര്യാദക്ക് പറഞ്ഞത് അച്ഛൻ ദുബായിൽ നിന്നോണ്ട് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. അപ്പൊ ആ കുട്ടിക്ക് പോന്നാ മതി. അപ്പൊ അച്ഛൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പൊ പിന്നെ അച്ഛനെ കൊണ്ടുപോണ്ട് 10 ദിവസം പോവല്ലേ? എങ്ങോട്ട്? ഇപ്പൊ എനിക്ക് വീട്ടിലെടുക്കട്ടെ. അമ്മ എങ്ങടെ പോയേ? ബാഗ് എടുക്കാനാ? അതെ, ഈ ഒരു ബാഗ് എടുക്കാൻ പോയേ? എവിടെ പറഞ്ഞാ വീട്ടിൽ പോണേ പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, നീ എന്നെ പറഞ്ഞു. ഇതില് എവിടെ കൊണ്ടുവച്ച ബാഗില് ഡിക്കി ഫുള്ള് നിറച്ച് വെച്ചിരിക്കാൻ? പക്ഷെ നമുക്ക് 10 ദിവസം 2 കാര്യമായിട്ട് നോക്കിയോട്ടാ, ചെറുതായിട്ടാ. ഇന്നാണല്ലേ വന്നതിന് ശേഷം ആദ്യമായിട്ട് വെയില് കണ്ടേ. വന്നിട്ട് ഇങ്ങനെ ഒരു വെയിലാണ് ഇപ്പഴാ. പക്ഷെ നമുക്ക് അമ്മ പറഞ്ഞ 2 ദിവസം വെയിലും സൂര്യനെ കണ്ടു. അങ്ങനെ കണ്ടു. നല്ല മഴയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പനി വ്ളോഗ്. പനിയും ജലദോഷം വന്നോണ്ടേ സൗണ്ട് പോയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് എന്ത് പരിപാടി? നമ്മള് ഫോൺ വഴിക്ക് ത്രെഡ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ എവിടെയാ നല്ല ഇതൊന്നും അറിയില്ല. സമയം നാടെന്ന് സമയമില്ല, സ്ഥലമില്ല, സമയമില്ല. പതുക്കിയാ പറയണു. അതെ, എനിക്കും കരകരപ്പ് വന്നു തുടങ്ങി തൊണ്ടയ്ക്ക് അല്ലേ? അപ്പയോട് പറഞ്ഞില്ലേ? എല്ലാരും ചോദിക്കണ്ടേ മറ്റേ വീഡിയോയുടെ ബാക്കിയായിട്ട് പപ്പി ഓടിപ്പിച്ച വീഡിയോ. പിന്നെ എല്ലാരും വേറെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആ വീഡിയോ 11 വർഷമായോ 10 വർഷമായോ? അത് ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ ആൽബം എടുത്തിട്ട് വർഷം കാണിച്ചു തരാം. എന്നിട്ട് ആ സെയിം എന്താ പറയാ ആ ടൈമിലാണ് പപ്പി ഓടിപ്പിച്ചത്. വിചാരിക്കുന്നത് 10-11 വർഷമായി. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് അത്രയും വർഷം അങ്ങോട്ട് പോകുന്ന വിചാരിക്കുന്നേ. നിങ്ങളുടെ 11 വയസ്സ് കഴിഞ്ഞിട്ടാ ഞങ്ങളുടെയും.
അതുകൊണ്ടല്ല നമ്മൾ ആ വീട് ഇട്ടിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, പക്ഷെ എടുത്തത് ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ വർഷത്തിലാണ് ഞാൻ ഇവിടെ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒന്ന് പരിചയപ്പെട്ടതാ. അപ്പൊ കിടങ്ങണ്ടേ പപ്പി അനുസരണില്ല. ഞാൻ വിളിക്കട്ടെ പപ്പി കണ്ട ചേട്ടന്മാര് വിളിക്കണം. വാലില്ല വാലാട്ടില്ല പപ്പി അവിടെ ഇരിക്കാം. ഇത്തിരി പ്രായായി അവനങ്ങനെ വെള്ള കളറിൽ നോക്കിട്ട് കാര്യമില്ല, നല്ല വയസ്സായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10 വർഷം 15 വർഷം ആയിട്ടുണ്ട്. അങ്ങനെ വയസ്സായി ആൾക്ക്. അല്ലാമീ വീട്ടിക്ക് പോവാന്നിട്ട് എവിടേക്ക് പോണേ? ത്രെഡ് ചെയ്തിട്ട് പോവാം. ത്രെഡ് ചെയ്യാൻ ഷോപ്പ് കണ്ടുപിടിച്ചു. ത്രെഡിങ് കടയിൽ നിന്ന് ഇറങ്ങി ഇതേപോലെ എവിടെയാണ് കണ്ണാട കടയിൽ കയറിയിട്ടുണ്ട്. ഹലോ, ഇതാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ നെടുമ്പര സെന്ററിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ നെടുമ്പര സെന്റർ അമ്മക്കുട്ടിയുടെ അടുത്ത് മുട്ട ഇരിക്കുന്നുണ്ട്. എനിക്ക് കാണില്ലേ, ആമീനെ കാണിക്കുമ്പോഴേ ഭയങ്കര വെളിച്ചം. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റും നോക്കട്ടെ അച്ഛാ. എന്തൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റും ഞങ്ങൾക്ക്? ഇവിടുന്ന് അവിടേക്ക് ഭയങ്കര വെളിച്ചാ. ഇവിടെ വന്നിക്കണം എല്ലാരും. അച്ഛൻ ഞാൻ ഇല്ല, അതിന് സൗണ്ട് പോയിരിക്കാം. എന്നെ ഒരു ദിവസേ ഫുൾ ടൈം ഈ കടയിൽ നിൽക്കാൻ വരുന്നുണ്ട്. അച്ഛൻ്റെ അഭിപ്രായം എന്താ? അത് പറ്റില്ല, ഞാനിവിടെ ഇരിക്കും. അച്ഛൻ എടുത്തു കൊടുക്കണം. നമുക്ക് കുറച്ച് റീൽസ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അച്ഛനായിട്ടുള്ള കുറച്ച് റീൽസ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ചേട്ടാ എടുത്തിട്ട് ചേട്ടനെ കാണണില്ല, ഭയങ്കര വിളിച്ച അവിടെ നിന്ന്. കാറും കൂടി ഇട്ടോണ്ടേ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോവാം. അതിന് മുന്നേ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഞങ്ങള്. ആമീ ഈ ഓഡിറ്റോറിയം മോൾക്ക് അറിയോ? നിർത്തി കൊടുത്ത ഇന്നലെ റിസപ്ഷൻ നടത്തിയ ഓഡിറ്റോറിയത്തിൽ ഞാൻ സ്പീഡ് കൂട്ടിയതായിരുന്നു, സ്ലോ ആക്കിയത്. ഇവിടെയാണ് നമ്മുടെ കല്യാണം നടന്നേട്ടാ. നമ്മുടെ കല്യാണം നടന്നത് ആമയോട് ചോദിച്ചു പറഞ്ഞതാ. അതായത് അച്ഛന്റെയും അമ്മയുടെയും കല്യാണം നടന്നത് അവിടെയാണ്. റിസപ്ഷൻ നടന്നത് എവിടെയാമി? ശാന്തി പാലസ്. നമ്മള് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ നടന്ന സ്ഥലം. ഇവിടെയായിരുന്നു നമ്മുടെ കല്യാണം. വേണ്ട വേണ്ട, അത് ഈ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ പറയും. ഇത് കഴിയും കുറച്ചു കഴിയുമ്പോ ഇതിനു വേണ്ടി വാശി പിടിക്കാവോ ലാമിയെ? എന്റെ സൗണ്ട് കേട്ടിട്ട് ഒരു അരോചകത്വം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ചെന്ന് തോന്നുന്നുണ്ടാ? വീട്ടിൽ പോട്ടാ, വീട്ടിൽ പോകാനുള്ള വഴിയിലെത്തി. അമ്മാമീ ഐ നമ്പരണ്ടാളോ ഒരേ കളറാണല്ലോ. ഞങ്ങള് കാലത്ത് ഇറങ്ങി, പക്ഷെ എത്തിയപ്പോ നേരമേക്ക്. ലാമി ഉറക്ക പറയണ, എന്നാലേ കേക്കോളാം. മാമിക്ക് പറയൂ, ഉണ്ടിട്ടില്ല എന്ന് പറ. കഴിക്കാൻ പോവാന്ന് പറ. കഴിക്കാൻ പോവാന്ന് പറയും. കളിക്കാൻ പോവാന്ന അമ്മമ്മ കേട്ടെ. ഫുഡ് കഴിക്കാൻ പോവാന്ന് ഉറക്ക പറ. എന്ന് പറഞ്ഞു. നമുക്ക് ഫുഡ് കഴിച്ചാലോ? എന്നിട്ട് സ്പെഷ്യല് അങ്ങനെ പറയല്ലേ? അച്ചാറ് എല്ലാം കാണിച്ചു കൊടുത്തു. നീ ഇനിയൊന്നും പറയണ്ട. അതെ, പക്ഷെ അത് മട്ടനാ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? മട്ടൻ. എങ്ങനെയുണ്ട്? വീട്ടിലെത്തിയപ്പോ പുതിയ പുതിയ സംഭവങ്ങൾ 90s ഓർമ്മയ്ക്ക് എന്നിട്ടത് ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. കത്തിക്കാൻ പോണോ? സന്തോഷം. കത്തിക്കണ്ടേട്ടാ, തിരി കത്തിച്ച് വെച്ചാ മതി. കണ്ടാ കർപ്പൂരം കൊണ്ട് നടന്നില്ലേ? തിരി വെക്കണം കർപ്പൂരം. അപ്പൊ എന്റെ കർപ്പൂരം വെച്ച് പോവാഞ്ഞ എന്താണ് അതിന്റെ വ്യത്യാസം? ആദ്യം എനിക്ക് ചൂട് വന്നിട്ടുണ്ടായിരുന്നില്ല, പുറത്തേക്കായിരുന്നു ചൂട് വന്നിട്ടുണ്ടായിരുന്നു.
നമുക്ക് മതിയായി തുടങ്ങിയത്. എന്താ നിക്കാത്തേനെ ഇപ്പൊ ഓരോടനെ കത്തിയിട്ട് പോവാത്തേനായിരുന്നു അല്ലേ രേവ? ഇപ്പൊ നിക്കാത്തേനായിരുന്നു. പക്ഷെ പോണുണ്ട് അവിടെ. അമ്മ എന്താ നിക്കാത്തേ? നോക്കിയാലോ ഇനി വേറൊരു സംഭവം ഉണ്ട്. സ്പീഡ് കൂടി ഓടിയാമി സ്പീഡ് കൂടിയപ്പോ ഞാമി നിർത്താറായപ്പോ സ്പീഡ് കൂടിയതാ. നമ്മുടെ ബൾബില്ലേ ഇപ്പോഴത്തെ സാധാരണ ഒരു ബൾബ് ഉണ്ടാവാറുണ്ട്, ഇങ്ങനത്തെ ഇല്ല. അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതുണ്ട്, കുഞ്ഞൊരു ട്യൂബ് പോലത്തെ. അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മള് തീപ്പെട്ടിയുടെ മരപ്പോ ഇതില്ലേ മരുന്ന് അത് ആക്കിയിട്ട് ചൂടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഷൂ എന്ന് പറഞ്ഞപ്പോ അതെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ്. ആമി പെട്രോൾ കഴിഞ്ഞവരെ വിടുവോ? കഷ്ടം വെച്ചിരിക്കണ പഴം കഷ്ടം വെച്ചിരിക്കണ എന്താ അമ്മിയ ബലൂണാണോ? ചൂട് കാരണം അതെ ഫ്രിഡ്ജിൽ വെച്ചോ. ചൂടില് ആയിട്ടാണ് കഴിക്കുമ്പോ നല്ല രസം.